പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ലിറ്ററേച്ചറിന് ജീവൻ കൊടുക്കുകയാണെന്നൊക്കെ പറയാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാം ബേസ്ഡ്, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും ഈ ഒരു വീഡിയോ കാണുക. എന്തിനു വേണ്ടിയിട്ട്? അതിൽ പ്ലോട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തീം മനസ്സിലാക്കണം, പോവാണെങ്കിൽ തീം മനസ്സിലാക്കണം, ഡ്രാമയാണെങ്കിൽ പ്ലോട്ട് മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എ റെഡ് റെഡ് റോസ്, റോബർട്ട് ബേണിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോവാണ് റെഡ് റെഡ് റോസ്. മിക്ക പോയത്തിൻ്റെയും തീം എന്ന് പറയുന്നത് ലവ് ആണ്. ഇവിടെയും മാറ്റമൊന്നുമില്ല. സാധാരണ ആസ് യൂഷ്വൽ എല്ലാ പോയത്തിൻ്റെയും ത്രെഡ് പോലെ തന്നെ ഇവിടെയും എ റെഡ് റെഡ് റോസ്. റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എന്താ വരിക? വാലന്റൈൻസ് തിരിക്കുക, റോസ് തിരിക, അല്ലെങ്കിൽ വിൽ യു മാരി മീ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല അല്ലേ, റോസിൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പം മൊത്തം റിങ് അല്ലേ. അപ്പോൾ ശരി, എന്തോ ആയിക്കോട്ടെ, വട്ടെവർ ഇറ്റ് ഈസ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എ റെഡ് റെഡ് റോസ് ഒരു പോവാണ്. പോം പറയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പോത്തിൻ്റെ ആ ഒരു തീം പറയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജസ്റ്റ് സമ്മറി പറയുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു റോബർട്ട് ബേണിനെ കുറിച്ച് അറിയണ്ടേ. റോബർട്ട് ബേൺ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ പോയറ്റാണ് റോബർട്ട് ബേൺ. അതുപോലെ തന്നെ കൂടുതലും സ്കോട്ട്സ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോയത്തിലും അദ്ദേഹം ഒരുപാട് സ്കോട്ടിഷ് ലാംഗ്വേജ് സ്കോട്ടിഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് തുറന്ന് കാണിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ നമ്മുടേതായ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് പോലെ തോന്നുക. അതുപോലെ തന്നെയാണ് റോബർട്ട് ബേൺ എഴുതിയത് ഞാൻ എഴുതിയതാണ് കേട്ടോ എന്ന് വിളിച്ച് പറയുന്നത് പോലെയാണ് അവിടെ അദ്ദേഹം ആ ഓരോ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടുണ്ട്. മീൻസ് വെറും സ്കോട്ടിഷ് ലാംഗ്വേജിൽ മാത്രമല്ല ഇതിൽ ഈ ഒരു പോം അതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. സ്കോട്ടിഷിലാണെങ്കിൽ നമ്മൾ പഠിക്കില്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് അദ്ദേഹത്തിനെ പറ്റി ഡീപ്പായി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇനിയും ലെങ്ത് ആവും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പോത്തിലേക്ക് കിടക്കാം. എന്താ നമ്മുടെ പോം? എ റെഡ് റെഡ് റോസ് അല്ലേ. അപ്പോൾ ആദ്യം എല്ലാവരും ആ പോവാന്ന് കയ്യിൽ വെച്ചേ. അതിലെന്താണ് പറയുന്നത്? ഫസ്റ്റ് ടൈറ്റിൽ എ റെഡ് റെഡ് റോസ്. ഓ മൈ ലവ്സ് ലൈക്ക് എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ. ഓ മൈ ലവ്സ് ലൈക്ക് ദ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ. ആസ് ഫെയർ ആർ ദോ മൈ ബോണി ലാസ് സോ ഡീപ്പ് ഇൻ ലവ് ആം ഐ ആൻഡ് ഐ വിൽ ലവ് thee still my dear till the seas gang dry. ഒരു 4 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതം, മൊത്തം 4 16 ലൈൻസ്. ഓക്കെ, ഇത് വായിച്ച ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴേ ഇപ്പോൾ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സൗണ്ടാണല്ലോ. എന്താ? നീ എനിക്ക് പ്രിയങ്കരിയാണ്, പൊന്നോമനയാണ്. ലാലേട്ടൻ്റെ സൗണ്ടാണ് തോന്നുന്നു, അറിയില്ല. നീ എനിക്ക് പ്രിയങ്കരിയാണ്, പൊന്നോമനയാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു ഡയലോഗില്ലേ, അതേപോലെയാണ് കേട്ടോ ഈ ഒരു പോം. ഓ മൈ ലവ്സ് ലൈക്ക് എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയെ അഭിസംബോധന ചെയ്യാണ്, അല്ലെങ്കിൽ അവരെ പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഓ മൈ ലവ്സ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. എൻ്റെ ലവ് എന്തുപോലെയാണ്? ഒരു റെഡ് റെഡ് റോസ് പോലെയാണ്. ലവറിനെയും അദ്ദേഹം പറയാണ് റെഡ് റെഡ് റോസ് ആണെന്ന്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഹീ സേയിങ് അബൌട്ട് ഹീസ് ഓൺ ലവ്. ആ ഒരു ലവ് എന്നുള്ള ഇമോഷനെ കൂടി അദ്ദേഹം എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? റെഡ് റെഡ് റോസ്. റോസിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, എപ്പോഴും കാണുന്ന റോസ് അല്ല, പ്ലാസ്റ്റിക് റോസ് അല്ല, അല്ലെങ്കിൽ ഏത് സമയത്തും വിരിയുന്ന റോസ് അല്ല. ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ. ജൂണിൽ വിരിഞ്ഞ ആ ഒരു റോസിനെ പോലെ അത്രയും ഫ്രഷാണ്, അല്ലെങ്കിൽ ആ ഒരു യൂത്ത്ഫുൾനെസ് ഉള്ള ഒരു ലവിനെയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു തുടക്കത്തിലൊക്കെ ലവിന് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ എന്നുള്ളത്. ദെൻ ഓ മൈ ലവ്സ് ലൈക്ക് ദ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലവിനെ താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അതായിട്ട് സിമിലാരിറ്റി കൊണ്ടുവരുന്നത് മെലഡി സോങ്ങിലൂടെയാണ്. സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ. അത്രയും നന്നായി വായിക്കുന്ന, അത്രയും നന്നായി കേൾക്കുന്ന, അത്രയും സുന്ദരമായിട്ടുള്ള മെലഡി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലവിനെ കാണുന്നത്. ആസ് fair are thou my bonny lass so deep in love am I and I will love thee still my dear till the seas gang dry. ഇവിടെ പറയുന്നത്, ഓ നീ എന്തൊരു സുന്ദരിയാ, നിന്നെ മൈ ബോണി ലാസ് എന്നൊക്കെ പറയുമ്പോൾ ബോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ, പ്രെറ്റി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. ലാസ് മീൻസ് ഇറ്റ്സ് ഗേൾ ഓർ എ യങ് വുമൻ എന്നൊക്കെ പറയാം. സോ ഡീപ്പ് ഇൻ ലവ് ആമായി. ഓ ഞാൻ എന്തൊരു സുന്ദരിയാ, എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ, എന്ത് പ്രെറ്റിയാ നീ, നിന്നെ
നീയുമായി ഞാൻ എത്രത്തോളം ലവിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലാണെന്ന് നിനക്ക് അറിയുമോ, എത്ര ആഴത്തിലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് അറിയുമോ. ആൻഡ് ഐ വിൽ ലവ് ദീ സ്റ്റിൽ മൈ ഡിയർ ടിൽ അത് സീസ് ഗാങ് ഡ്രൈ. സാധാരണ പറയുന്ന പോലെ ഈ ഒരു സമുദ്രം വേണ്ട, കടൽ മതി. സീ കടല, ഓഷ്യനാണ് സമുദ്രം. അപ്പോൾ ഈ കടൽ വറ്റി വരളുന്നത് വരെ, അല്ലെങ്കിൽ വരളുന്നത് എന്നാണോ അന്ന് വരെ ഞാൻ നിന്നെ ഇങ്ങനെ തന്നെ സ്നേഹിക്കും എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്യണം. ടിൽ the seas gang dry, my dear, and the rocks melt with the sun. I will love thee still, my dear, while the sands of life shall run. ഇവിടെ പറയുന്നു. ഓക്കെ, അന്ന് റിപ്പീറ്റേഷൻ വന്നു. ടിൽ the seas gang dry. ഈ ഒരു കടൽ വറ്റി വരളുന്നത് വരെ എൻ്റെ പൊന്നേ, മൈ ഡിയർ, ആൻഡ് ദ റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ. ഈ ഒരു സണ്ണിൻ്റെ ചൂട് കൊണ്ട് ഈ പാറയൊക്കെ ഇങ്ങനെ മെൽട്ടാകും, അതായത് ഉരുകി ഇല്ലാതാകുന്നത് വരെ ഐ വിൽ ലവ് ദീ സ്റ്റിൽ, നിന്നെ അത്രയും നാൾ അതുവരെ ഞാൻ സ്നേഹിക്കും. മൈ ഡിയർ, വൈൽ ദ സാൻഡ്സ് ഓഫ് ലൈഫ് ഷോൾ റൺ. ഈ ഒരു സംഭവം കണ്ടിട്ടില്ലേ, ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്നത്, എന്തോ സാൻഡിലൊക്കെ എന്തുവാണ് പറയുക, അത് എപ്പോഴാണോ നിൽക്കുന്നത്, അതായത് അങ്ങോട്ട് തിരിച്ചാലും അതിങ്ങനെ വീണുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് തിരിച്ചാലും വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് വീഴാതെ, അതായത് ഗ്രാവിറ്റേഷനെ പറയുന്നത്, ഗ്രാവിറ്റേഷൻ എന്ന് നിലയ്ക്കുന്നു അന്ന് വരെ ഞാൻ എന്ത് ചെയ്യും, നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അത്രയും മീൻസ്, അതായത് ലൈഫ്, ഈ ഒരു എഴുത്തിൽ ലൈഫ് ഇല്ലാത്ത ആ ഒരു സമയം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രോമിസ് ചെയ്യണം അദ്ദേഹം. The last stanza, and fare thee well, my only love, and fare thee well a while, and I will come again, my love, though it were 10,000 miles. And fare thee well. ഫെയർ ദി വെൽ മീൻസ്, നേരത്തെ ഒരു ഫെയർ കണ്ടല്ലോ, FAIR, ഫെയർ മീൻസ്, ദാറ്റ് മീൻസ് സൗന്ദര്യമാണ്. ഇവിടെ ഫെയർ ദി വെൽ എന്ന് പറയുമ്പോൾ ഫെയർ യു വെൽ അല്ലെങ്കിൽ ഫെയർവെൽ കൊടുക്കാന്ന് പറയില്ലേ, അതാ പറയുന്നത്. ഫെയർവെൽ മൈ ഓൺ ലവ്, അതായത് ഹിയർ ഹാവ് എ സിമ്പിൾ സെപ്പറേഷൻ. അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പിരിയാണ് കുറച്ച് നേരത്തേക്ക്. ആ ഒരു പിരിയുന്നതിലേക്ക് ഇദ്ദേഹം എന്ത് പറയാണ്, ബൈ പറയാണ് സഹിയോട്, ബൈ പറയില്ലേ, പറയുകയാണ് ഈ ലൈൻസിലൂടെ. ആൻഡ് ഫെയർ ദി വെൽ മൈ ഓൺലി ലവ്, എൻ്റെ ഒരേ ഒരു സ്നേഹമേ, എൻ്റെ ഒരേ ഒരു പ്രണയമേ, ഞാൻ നിന്നെ ഇപ്പോൾ വിട്ടു പോകുകയാണ്. ആൻഡ് ഐ വിൽ കം അഗെയിൻ, ഞാൻ എന്തായാലും റീജോയിൻ ചെയ്യും. മൈ ലവ് ദോ ഇറ്റ് വേർ 10,000, ഞാൻ എത്ര ദൂരത്ത് പോയാലും നിൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ വരും. ഈവൻ ദോ ദാറ്റ് ഈസ് 10,000 മൈൽ, ഞാനൊരു 10,000 മൈൽ അപ്പുറത്താണെങ്കിലും നിന്നെ തേടി ഞാൻ വരും എന്ന് അദ്ദേഹം പറയണം. ദാറ്റ് മച്ച് ഹീ ഈസ് ലവിങ് ഹർ. അപ്പോൾ ഇവിടെ ഈ ഒരു 4 സ്റ്റാൻഡ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ലവ് എത്രത്തോളം ഇൻറ്റൻസ് ആണെന്നും എത്രത്തോളം അഗാധമാണ്, എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രണയിനിയെ പ്രണയിക്കുന്നത് എന്നാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം ഒബ്വിയസ്ലി ദാറ്റ് ഇസ് ലവ് തന്നെയാണ്. ഫ്രഷ് ലവ് അല്ലെങ്കിൽ ഫ്രഷ്ലി ലവ് അല്ലെങ്കിൽ എറ്റേണൽ ലവ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിൻ്റെ തീം. അതുപോലെ ഇതിൽ ഒരുപാട് സ്കോട്ടിഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇതിങ്ങനെ ലെങ്തായി പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ തന്നെ ഇതിലുള്ള തീമിനെ പറ്റി, അതിനെപ്പറ്റി ഇതിൽ ഉപയോഗിക്കുന്ന പോയറ്റിക് ലാംഗ്വേജിനെ പറ്റിയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു പെട്ടി കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക.